തുടക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ ഇക്കാക്കോ റെഡ്ഡിയും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ്. സോ നമ്മുടെ ഇക്കാക്കോ ആണെങ്കിൽ ഒരു വലിയ മുറിവ് തന്നെ റെഡ്ഡിയുടെ മേലെ ഏൽക്കുകയാണ്. സോ ഈ പിന്നീട് കാണിക്കുന്നത് ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് തൻ്റെ ഒപ്പോണൻറ്റിലൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാടധികം സ്ട്രഗിൾ ചെയ്യുകയാണ്. നമ്മുടെ റാങ്കിക്യൂന് ആ അലങ്കാരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് താഴെ വീഴുകയാണ്. സോ നമ്മുടെ ക്യാപ്റ്റൻ തോഷറാണ് ഇപ്പോൾ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത്. റാങ്കിക്യൂന് ഷോലോങ്ങിൻ്റെ അടുത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഷോലോങ് ആണെങ്കിൽ ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അലങ്കാരം. സമയത്ത് ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ആണെങ്കിൽ തന്റെ ബൻകായ് റിലീസ് ചെയ്യുക. ബൻകായ് അറ്റാക്ക് ഷോലോങ്ങിന് നേരെ കൊള്ളുന്നു. കാണിക്കുന്നത് ബൻകായ് റിലീസ് ചെയ്തിട്ട് ഓപ്പോണന്റ് ആയിട്ടുള്ള കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റെഞ്ചിനെയാണ്. സോ വൈലി ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റെഞ്ചിയുടെ ഓരോ അറ്റാക്കും വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ വൈലി ഡോഡ്ജ് ചെയ്യുക. സമയത്ത് തന്നെ നമ്മുടെ വൈലി പറയുകയാണ് ബൻകായ് ഫോം ഒന്നിനും കൊള്ളാത്ത യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവം. കേൾക്കുന്ന സമയത്ത് നമ്മുടെ റെഞ്ചിക്ക് ഒരുപാടധികം വിഷമം വരുന്നുണ്ട്. എല്ലാം കേട്ട് ദേഷ്യം വന്ന നമ്മുടെ റെഞ്ചി ആണെങ്കിൽ തന്റെ ബൻകായ് ഫോം വളരെയധികം സ്പീഡിൽ വൈലി ആണെങ്കിൽ അത് വളരെയധികം ഈസി ആയിട്ട് തന്നെ ഡോഡ്ജ് ചെയ്തിട്ട് ഓടി വന്നിട്ട് നമ്മുടെ റെഞ്ചിയുടെ നേരെ വലിയൊരു മുറിവ് തന്നെ ഉണ്ടാകും. വൈലിയുടെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് റെഞ്ചിയുടെ മേലെ ഒരു വലിയ മുറിവ്. റെഞ്ചിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ റെഞ്ചി ഒരുപാടധികം പേടിക്കുന്നുണ്ട്. സോ ഈ നമ്മളെ ജിൻഡെ കാണിക്കുന്നുണ്ട്. ജിൻഡയ്ക്ക് എന്തോ ഒരു ബാഡ് ഫീലിംഗ് പോലെ തോന്നുന്നുണ്ട്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ റെഞ്ചി വീണ്ടും അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുകയാണ്. കാണിക്കുന്നത് നമ്മുടെ ഉരഹര ഷോപ്പാണ്. സോ അവിടെ നമ്മുടെ ഉരു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉരുവിന് ഒരു ഡ്രീം വരികയാണ്. കൂട്ടുകാരായിട്ടുള്ള സോൾ റിപ്പേഴ്സിനൊക്കെ ഒരുപാടധികം മുറിവുകൾ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഉരുവിന് ഒരുപാടധികം വിഷമം വരുന്നു. സോ അങ്ങനെ റൂഫ് ടോപ്പിലോട്ട് കയറി വരുന്ന സമയത്ത് നമ്മുടെ ജിൻഡ നിന്നെ ഒന്ന് സെൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നു. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഉരു സെൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള അലങ്കാഴ്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫൈറ്റിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകുകയാണ്. തന്റെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉരു ജിൻഡെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വന്നുടനെ തന്നെ നമ്മുടെ ഉരു ആണെങ്കിൽ വൈലിയുടെ മണ്ടക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഉരു വളരെയധികം പവർഫുൾ ആണ്. തെറിച്ച് ദൂരോട്ട് പോകുന്നുണ്ട്. വൈലിക്ക് പോലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് താൻ ഇത്രയും വലിയൊരു അടി മേടിച്ചെന്നുള്ള ഉരു ഓടി വന്നിട്ട് നമ്മുടെ വൈലിയുടെ കഴുത്തിന് പിടിച്ച് ആകാശത്തിലേക്ക് പൊക്കുകയാണ്. സോ നമ്മുടെ വൈലി ഒരുപാടധികം വേദന കാരണം പൊളയുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ഉരു ആണെങ്കിൽ അവളുടെ കൈ യൂസ് ചെയ്തിട്ട് നമ്മുടെ വൈലിയുടെ മുഖത്തിട്ട് 5-6 പഞ്ച് കൊടുക്കുകയാണ്. നമ്മുടെ വൈലിയുടെ മുഖത്തിൽ നിന്ന് ഒരുപാടധികം ചോര. സമയത്ത് തന്നെ അവൻ ഒരുപാടധികം ദേഷ്യം വന്നിട്ട് അവിടെ കിടന്ന് അലറുകയാണ്. എന്നിട്ട് നമ്മുടെ ഉരുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാത്രമല്ല അവന്റെ സീല് ബ്രേക്ക് ചെയ്തിട്ട് അവന്റെ ശരിക്കുള്ള ഫോം റിലീസ് ചെയ്യുക. ഫോം എടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഉരുവിന്റെ മണ്ടയ്ക്ക് ഒരു വലിയ മുറിവ് തന്നെ ആ ഹോളോ ഉണ്ടാക്കുകയാണ്. സോ നമ്മുടെ ഉരുവിനെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ഉരു ആകാശത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഓടി വന്ന നമ്മുടെ ജിൻഡ ആണെങ്കിൽ ഉരുവിനെ പിടിക്കുകയാണ്. വന്നിട്ട് നമ്മുടെ ജിൻഡയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം യൂസ് ചെയ്തിട്ട് നമ്മുടെ വൈലിയുടെ മണ്ടക്കിട്ടൊരെണ്ണം കൊടുക്കുകയാണ്. എല്ലാം കൂടെ ആയ സമയത്ത് നമ്മുടെ വൈലിക്ക് ഒരുപാടധികം ദേഷ്യം വന്നിട്ട് ഈ കുട്ടികളെല്ലാത്തിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തന്നെ നമ്മുടെ റെഞ്ചാണികൾ തന്റെ ബൻകായ് ഫോം യൂസ് ചെയ്തിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് വൈലിയുടെ അറ്റാക്ക് തടുക്കുകയാണ്. സോ ഈ അറ്റാക്കിന്റെ സമയത്ത് നമ്മുടെ റെഞ്ചിക്ക് ഒരുപാടധികം മുറിവുകൾ ഉണ്ടാകുന്നുണ്ട്. കാണിക്കുന്നത് ക്യാപ്റ്റൻ തോഷറോന്റെയും അതുപോലെ ഷോലോങ്ങിന്റെ ഫൈറ്റുമാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷോലോങ് ആണെങ്കിൽ തോഷറോനോട് പറയുന്നു, ഹേ കൊച്ചുകുട്ടി, നിന്റെ ബൻകായ് അത്യാവശ്യം പവർഫുൾ ആണ്, എന്നാൽ ഞാൻ വിചാരിച്ചതിന്റെ അത്രയും പവർഫുൾ പറയട്ടെ. നമ്മുടെ ഷോലോടാണെങ്കിൽ അവന്റെ സമ്പത്തുവിന്റെ സീല് വിട്ടിട്ട് അവന്റെ ശരിക്കുള്ള ഫോമിലോട്ട് ട്രാൻസ്ഫോം ആവുകയാണ്. അലങ്കാരമായിട്ടുള്ള നമ്മുടെ ഷോലോങ് ആണെങ്കിൽ ട്രാൻസ്ഫോം ആയി ഒരു മോൺസ്റ്റർ ഹോളോ ആയി മാറുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ തോഷറോനെ പോലും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ട്രാൻസ്ഫോം ആയ സമയത്ത് തന്നെ നമ്മുടെ തോഷറോന്റെ അടുത്ത് വന്നിട്ട് ഷോലോങ് ഒരുപാടധികം മുറിവുകൾ നമ്മുടെ തോഷറോന്റെ മണ്ടയ്ക്ക് ആൾക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ തോഷറോനെ അന്നേരം ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇവന്റെ സ്ട്രെങ്ത് എല്ലാം കണ്ടിട്ട് നമ്മുടെ ക്യാപ്റ്റൻ തോഷറോ ഞെട്ടി നിൽക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ഷോലോങ് പറയുകയാണ്, ക്യാപ്റ്റൻ ഐസന്റെ ആർമിയിലെ 11th അലങ്കാരാണ് ഞാൻ. കേട്ട സമയത്ത് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷറോയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അലങ്കാരം 11th ഫസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള അലങ്കാരം എന്തോരം പവർഫുൾ ആയിരിക്കുമെന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ തോഷറോ ചിന്തിക്കുന്നത്. തോഷറോയ്ക്ക് ഇപ്പൊ തന്നെ പേടിയായി. 10th നമ്പർ കഴിഞ്ഞിട്ടുള്ള അലങ്കാരത്തിനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ തോഷറോന് മനസ്സിലാകുന്നില്ല. സോ നമ്മുടെ ഗ്രിംജോ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഞാനാണ്. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഉണ്ട്. സോ അതൊക്കെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള അലങ്കാസ് ആണ്. സോ നിന്നെ പോലുള്ള സോൾ റിപ്പേഴ്സിനൊന്നും അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അത്രയ്ക്ക് പവർഫുൾ ആണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ തോഷറോ ചെറുതായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. നീയൊക്കെ മരിക്കാൻ വേണ്ടി തയ്യാറായിക്കോ.
ഞങ്ങൾ വന്ന യൂണിറ്റിൽ സ്പാഡ നമ്പർ 6 ടൗണിൽ വന്നിട്ടുണ്ട്. ഗ്രിം ജോ എന്നാണ്. ഇതെല്ലാം ആലോചിച്ച് വളരെയധികം ടെൻഷൻ അടിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫുൾ സ്ട്രെങ്ത് എടുത്താൽ പോലും ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതും മാത്രമല്ല, ഹ്യൂമൻ വേൾഡിൽ വരുന്ന സമയത്ത് സോൾ റിപ്പേഴ്സിൽ പവർ റെസ്ട്രിക്റ്റഡ് ആണ്. അവരുടെ ഫുൾ പവറിൽ 4-1 മാത്രമേ അവർക്ക് ഹ്യൂമൻ വേൾഡിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ അവിടെയും ഈ അലങ്കാശയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇവർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ രാങ്കിക്കുവാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വന്ന കയ്യിൽ നിന്ന് അടിമേടിച്ച് തറയിൽ കിടക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷോലോങ് ആ അലങ്കാറിന് ഓർഡർ കൊടുക്കുകയാണ് രാങ്കിക്കുവിനെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കാൻ. സോ ഇതേ സമയത്ത് തന്നെ ഓടി വന്നിട്ട് ആ അലങ്കാർ അവൻ്റെ കാല് യൂസ് ചെയ്തിട്ട് നമ്മുടെ രാങ്കിക്കുവിനെ ചമ്മന്തിയാക്കാവിടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്ത് രാങ്കിക്കു അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഹോളോനെ തടുക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ ഹ്യൂമൻ വേൾഡിലുള്ള റെസ്ട്രിക്ഷൻ ഓഫ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇവർക്ക് ഹോളോൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അവരുടെ ശരീരത്തുള്ള സീൽ അവർ ചെയ്യുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ അവർക്ക് ഫുൾ പവർ ലൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവരുടെ സ്പിരിച്വൽ എനർജി മൊത്തത്തിൽ തന്നെ അവിടെ റിലീസ് ആകുന്നു. കാണുന്ന സമയത്ത് നമ്മുടെ ഷോലോങ്ങിന് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ തോഷിറോ ഇപ്പൊ മുമ്പത്തേക്കാട്ടിൽ ഒരുപാടധികം പവർഫുൾ ആയിരിക്കുന്നു. ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 5 അതിലെ 120ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ സോൾ റിപ്പേഴ്സ് അവരുടെ സീല് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒരുപാടധികം പവർഫുൾ ആണ്. അവർ സോൾ സൊസൈറ്റിയിൽ എത്ര പവർഫുൾ ആണോ അത്രയധികം പവർഫുൾ ആണ് ഇപ്പോൾ ഇനി ഇവർ ഹ്യൂമൻ വേൾഡിൽ വരാൻ നേരത്തും. സോ ഇനി എങ്ങനെയായിരിക്കും ഇവർ അലങ്കാഴ്സിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അലങ്കാഴ്സ് ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുമോ, അതോ സോൾ റിപ്പേഴ്സ് ഇവരെ അലങ്കാഴ്സിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്ത് പറയുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.